ഹലോ നമസ്കാരം. ഇന്ന് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റികളും അതിൻ്റെ ക്യാമ്പസുകളുമാണ് പറയുന്നത്. വെസ്റ്റേൺ ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത് പെർത്ത് എന്ന് പറഞ്ഞൊരു സിറ്റിയും അതിൻ്റെ സ്റ്റേറ്റുമാണ് എന്നത് ഡിസ്കഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിനാണ് കാറ്റഗറി 1 ലൊക്കേഷൻസ് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ഇവിടെ സ്ഥിതി ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം കാറ്റഗറി 2 അല്ലെങ്കിൽ 3 മാത്രമേ. റീജിയണൽ സ്റ്റേറ്റ് ആണ്, നമ്മൾ സൗത്ത് ഓസ്ട്രേലിയ പറഞ്ഞതുപോലെ തന്നെ. ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും നമ്പർ 1 യൂണിവേഴ്സിറ്റി ഗ്രൂപ്പ് ഓഫ് 8ലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയാണ്. പെർത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കാറ്റഗറി 2 ലൊക്കേഷനിലേക്കാണ്. നമ്മൾ പറഞ്ഞു 1 ഇവിടെ ഇല്ല, 2 3 മാത്രമേ ഉള്ളൂ. അടുത്തതായി കർട്ടിൻ യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗും മൈനിങ് റിലേറ്റഡ് പ്രോഗ്രാംസിനൊക്കെ വേൾഡ് ഫേമസ് ആണ്. അപ്പോൾ ഇതിന് ക്യാമ്പസുകൾ മൾട്ടിപ്പിൾ ഉണ്ട്. ഫ്രമാൻഡിൽ സിറ്റി ക്യാമ്പസുകളുണ്ട്. ഇത് രണ്ടും കാറ്റഗറി 2 ലൊക്കേഷനാണ്. മിഡ്ലൻഡും ഉണ്ട്, സബ് ക്യാമ്പസ് ഉണ്ട്, അതും കാറ്റഗറി 2 റീജിയണൽ ഏരിയ ആണ്. അപ്പോൾ ഒരുപാട് മലയാളികളുള്ള ഒരു ഏരിയ ആണ് ഈ പെർത്ത് ഏരിയ. ഈ ഫ്രമാൻഡിലും അതുപോലെ ജൂണ്ടലപ്പ്, മിഡ്ലൻഡ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ മിഡ്ലൻഡും ഫ്രമാൻഡിലും കർട്ടിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളുണ്ട്. ആകെ കാൽഗൂർലിയിലുള്ളത് കാറ്റഗറി 3 ഒരു ക്യാമ്പസ് ആണ് കാൽഗൂർലി. അപ്പം ഇതാണ് കർട്ടിൻ യൂണിവേഴ്സിറ്റിയുടെ വിശേഷങ്ങൾ. അടുത്തതായിട്ട് മർഡോക്ക് യൂണിവേഴ്സിറ്റി. ഒരുപാട് സ്റ്റുഡൻസ് പല വേൾഡിൽ നിന്ന് മർഡോക്ക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകാറുണ്ട്. മർഡോക്കിന് 3 ക്യാമ്പസുകളാണുള്ളത്. പെർത്തിലുണ്ട് ക്യാമ്പസ്. പെർത്തില് മർഡോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സിറ്റിക്ക് തൊട്ടടുത്താണ്. അത് കാറ്റഗറി 2 റീജിയണൽ ഏരിയ ആണ്. പിന്നെ മാൻഡൂര, റോക്കിൻഹാം എന്ന് പറയുന്നിടത്തും നഴ്സിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. മാൻഡൂരയിലും റോക്കിൻഹാമിലും ഇത് കാറ്റഗറി 3 ലൊക്കേഷൻസ് ആണ്. ഇപ്പോൾ മർഡോക്ക് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നോക്കേണ്ടത് എലിസ്കോവാൻ യൂണിവേഴ്സിറ്റി, ECU യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ മെയിൻ ക്യാമ്പസ് ജൂണ്ടലപ്പിലുണ്ട്. ജൂണ്ടലപ്പ് ഇസ് കാറ്റഗറി 2 ലൊക്കേഷൻ. പെർത്ത് സിറ്റിയോട് അടുത്ത് തന്നെയാണ്. അതുപോലെ പെർത്ത് സിറ്റിയിലും അവർ മൗണ്ട് ലോലി എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ ഒരു ക്യാമ്പസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ എ കാറ്റഗറി 2 ലൊക്കേഷൻ ബിക്കോസ് ഇറ്റ്സ് പെർത്ത്, റൈറ്റ്. ആൻഡ് ഇത് കൂടാതെ ബൺബറി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെർത്തിൽ നിന്ന് ഡൗണിലേക്ക് സഞ്ചരിക്കുമ്പോൾ മാർഗരറ്റ് റിവർ, ബൺബറി, വെരി ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. നമുക്ക് ടൂറിസ്റ്റ് ലൊക്കേഷൻസ്, എക്സോട്ടിക് ലൊക്കേഷനാണ് ശരിക്കും. അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ ഓസ്ട്രേലിയയിലുണ്ട്. അത് പലർക്കും അറിയില്ല. അപ്പോൾ എനിക്കൊന്ന് സെലിബ്രിറ്റീസൊക്കെ ഇടയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നൊരു സ്ഥലമാണ്. സീക്രട്ട് സ്പോട്ട്. ആൻഡ് ബൺബറി ഒരു നല്ല ലൊക്കേഷനാണ് പഠിക്കാനും. ECUവിൻ്റെ ഒരു ക്യാമ്പസ് സൗത്ത് വെസ്റ്റ് ഓഫ് പെർത്ത്, അവിടെ ഈ ബൺബറി ക്യാമ്പസ് ലൊക്കേറ്റ് ചെയ്യുന്നു, വിച്ച് ഇസ് എ കാറ്റഗറി 3 ലൊക്കേഷൻ. അടുത്തത് സെൻട്രൽ ക്യൂൻസ്ലൻഡ് യൂണിവേഴ്സിറ്റിയും. ഇതൊരു സാറ്റലൈറ്റ് ക്യാമ്പസ് ആണ്, പെർത്തിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ ഇതൊരു കാറ്റഗറി 2 ലൊക്കേഷനാണ്. അടുത്ത യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡാം. അതൊരു കാത്തലിക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്, നോട്ട് എ പബ്ലിക് യൂണിവേഴ്സിറ്റി. ഇപ്പം കുറേ അങ്ങനത്തെ കോഴ്സുകളാണ് കൂടുതലും നോട്ടർഡാമിൽ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ നഴ്സിംഗ് പോലുള്ള പ്രോഗ്രാമുകളും ഇവിടെ അവൈലബിൾ ആണ്. പെർത്തിലും ഫ്രിമാൻഡിലും ബ്രൂമും ഇങ്ങനെ 3 ക്യാമ്പസാണുള്ളത്. അപ്പോൾ പെർത്തും ഫ്രിമാൻഡിലും കാറ്റഗറി 2 ആണ്. ബ്രൂം ഇസ് എ കാറ്റഗറി 3 ലൊക്കേഷൻ. വളരെ സീനിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ബ്രൂം. നമുക്ക് കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്ന് മുകളിലേക്ക് നോർത്തേൺ ടെറിട്ടറിക്ക് പോകുന്നത് ഈ ഒരു ബ്രൂം വഴിയാണ്. ഇറ്റ്സ് എ കോസ്റ്റൽ പ്ലേസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ലൊക്കേഷൻസും അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഹാർഡ് ടു റീച്ച് ദെയർ. സോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എനിക്കൊന്ന് 7 hours ഉണ്ട് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് തന്നെ. സോ അത്രയും നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. But these are the major university campuses in Perth and Western Australia. That's all for today's video. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുമ്പോഴേക്കും this is Jaswin and Jess signing out. Please do subscribe our YouTube channel. Thank you. Bye.